ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. കടുത്തുരുത്തിയുടെ മുൻ MLA PM മാത്യു അന്തരിച്ചു. കേരള കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. ആ, കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. മുൻ നിയമസഭാംഗം കൂടിയായ PM മാത്യു സഹൃദയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. എനിക്കൊക്കെ നേരിട്ട് പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയാണ് അദ്ദേഹം കേരള നിയമസഭയിൽ പ്രതികരിച്ചത്. KAC, അതായത് കേരള സ്റ്റുഡൻറ് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവായിരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സമിതികളിലൊക്കെ തന്നെ അംഗമായ PM മാത്യുവിൻ്റെ വിയോഗ വാർത്ത വരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു. PM മാത്യുവിൻ്റെ ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം കടുത്തുരുത്തിയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു. അതുപോലെ PM മാത്യു കേരള കോൺഗ്രസിൽ അറിയപ്പെട്ട ഒരു നേതാവായിരുന്നു. കടുത്തുരുത്തി പ്രതികരിച്ചാണ് അദ്ദേഹം കേരള നിയമസഭയിൽ എത്തിയത്. അദ്ദേഹം ഈ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. അദ്ദേഹം യൂത്ത് വിങ്ങിലൊക്കെ പ്രവർത്തിച്ചിരുന്നു മാത്യു. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണം വലിയൊരു കേരള പൊതുപ്രവർത്തകരുടെ സംശുദ്ധിയുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു PM മാത്യു. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചേർന്നത്. ടോബി, ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഭവിച്ചതെന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്, മരണം നടന്നത്. കരൾ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാലായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ മരുന്നുകളോട് പ്രതികരിക്കാതെ വരികയും അതും സംഭവിക്കുകയും ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ മുഖമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് എമ്മിലൂടെ സജീവമായി ഈ തന്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് കടുത്തുരുത്തിയിൽ നിന്ന് അദ്ദേഹം MLA ആയിട്ട് മാറുന്നത്. തുടർന്ന് കേരള കോൺഗ്രസിൽ നിന്നും മാറുകയും മറ്റ് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും സജീവമായി തന്നെ അദ്ദേഹം ഈ അടുത്തിടെ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. സംസ്കാരം നാളെ നടക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരൾ രോഗ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.